നമസ്കാരം. ഇറാനിലെ നിർണായകമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനോ ഉപരോധിക്കാനോ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നതായി റിപ്പോർട്ട്. എന്നാൽ ഈ നീക്കം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ടെഹ്റാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സും അവരുടെ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്ന ഇടമാണ് ഖാർഗ് ദ്വീപ്. ഈ ദ്വീപ് കൈവശപ്പെടുത്താനോ തടയാനോ ഉള്ള പദ്ധതികൾ വൈറ്റ് ഹൌസ് ചർച്ച ചെയ്യുന്നതായി 4 ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ തെക്കൻ തീരത്ത് നിന്ന് 20 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എണ്ണ വ്യവസായത്തിന്റെ ഹൃദയമായ ഈ ദ്വീപിനെ ലക്ഷ്യം വെക്കുന്നതിലൂടെ ഭരണകൂടത്തിന്റെ എണ്ണ വരുമാനം ഇല്ലാതാക്കിയാണ് US പ്രസിഡന്റ് ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും 20% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നതിനുള്ള വിലപേശലായും ഈ ദ്വീപ് പിടിച്ചെടുക്കലിനെ ട്രംപ് ഉപയോഗിച്ചേക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫ് ഷോർ ക്രൂഡ് ഓയിൽ ടെർമിനലുകളിൽ ഒന്നായ 5 മൈൽ വിസ്തീർണമുള്ള ഇറാന്റെ ഖാർഗ് ദ്വീപിന് കുറുകെ ഓയിൽ ബൊളിവാർഡ് എന്നറിയപ്പെടുന്ന ഒരു റോഡുണ്ട്. പ്രതിദിനം ഏകദേശം 7 ദശലക്ഷം ബാരൽ എണ്ണ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഈ പാത ഉപരോധങ്ങൾ നേരിടുന്ന ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയാണ്. ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതോടെ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ ശ്രമങ്ങളെക്കുറിച്ച് അമേരിക്കയ്ക്ക് ആശങ്കപ്പെടേണ്ടി വരില്ല എന്ന് വൈറ്റ് ഹൌസ് ഉപദേഷ്ടാവ് ജെറോഡ് ഏജന്റ് അവകാശപ്പെട്ടു. കാരണം ഇതോടെ ഇറാന്റെ കൈവശമുള്ള മുഴുവൻ എണ്ണയും അമേരിക്കയുടെ നിയന്ത്രണത്തിലാകും. ഇറാനിലെ ഈ കൂറ്റൻ എണ്ണ ശേഖരം ഭീകരരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് നാഷണൽ എനർജി ഡൊമിനൻസ് കൗൺസിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയായ ഏജന്റ് ഫോക്സ് ന്യൂസിനോട് പറഞ്ഞു. ലോകത്തിലെ എണ്ണക്കപ്പൽ ഗതാഗതത്തിന് ഹോർമസ് കടലിടുക്ക് തടസ്സപ്പെട്ടത് ആഗോള ഊർജ്ജ വ്യാപാര മേഖലയിൽ വൻ തിരിച്ചടിയായിരിക്കുകയാണ്. ഇത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ വിതരണ പ്രതിസന്ധിക്കും വിലക്കയറ്റത്തിനും കാരണമായി. കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും കാനഡയും രംഗത്തെത്തിയിട്ടും എണ്ണവില വർധനവ് തുടരുകയാണ്. ഇന്ന് രാവിലെ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 1.1% വർദ്ധിച്ച ബാരലിന് $109.85 കഴിഞ്ഞ ആഴ്ച നടത്തിയ സൈനിക നീക്കത്തിൽ ഇറാന്റെ എണ്ണ സ്രോതസ്സുകൾ നശിപ്പിക്കാതെ സൈനിക ലക്ഷ്യങ്ങൾ മാത്രം തകർത്തതിന് പിന്നാലെ ഖാർഗ് ദ്വീപിലെ എണ്ണ പൈപ്പ് ലൈനുകൾ തകർക്കുമെന്ന് ട്രംപ് തിങ്കളാഴ്ച ഭീഷണി മുഴക്കിയിരുന്നു. 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയും, എല്ലാം അവസാനിക്കും, പക്ഷേ ഭാവിയിൽ ആ രാജ്യം പുനർനിർമ്മിക്കപ്പെടണം എന്നതുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്യാതിരിക്കുന്നത്. എന്നാൽ അതെപ്പോഴും അങ്ങനെയാകില്ല എന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി, ആ പൈപ്പുകൾ ഇല്ലാതാകും, പക്ഷേ അത് വീണ്ടും നിർമ്മിക്കാൻ ഒരുപാട് കാലമെടുക്കും. ചൊവ്വാഴ്ചയും അദ്ദേഹം ഇതേ കാര്യം ആവർത്തിച്ചു. ഖാർഗ് ദ്വീപിലെ എണ്ണ പശ്ചാത്തല സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതിന് പകരം ദ്വീപ് പിടിച്ചെടുത്ത് നിയന്ത്രണത്തിലാക്കുന്നത് വഴി ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് സ്ഥിരമായ ആഘാതം ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ ട്രംപിന് കഴിയുമെന്ന് ജനറൽ മെക്കൻസി പറഞ്ഞു. കടൽ മാർഗമുള്ള ആക്രമണത്തിലൂടെയോ അല്ലെങ്കിൽ വ്യോമമാർഗം F-35B വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചോ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാം. യുദ്ധക്കപ്പലുകളിൽ നിന്നോ അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലെ മറ്റു സൗഹൃദ രാജ്യങ്ങളിൽ നിന്നോ അമേരിക്കയ്ക്ക് ഈ സൈനിക നീക്കം നടത്താൻ സാധിക്കും. എന്നാൽ ഇവിടുത്തെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുന്നത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ആഗോള വിപണിക്കും വൻ പ്രഹരമാകുമെന്ന് US സെൻട്രൽ കമാൻഡ് മുൻ കമാൻഡർ റിട്ടയർഡ് ജനറൽ ഫ്രാങ്ക് മെക്കൻസി മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ ആഴ്ച അവസാനം 5000 മറീനുകളെയും കപ്പൽപ്പടയും USS ട്രിപ്പോളി എന്ന യുദ്ധക്കപ്പലിനെ പശ്ചിമേഷ്യയിലേക്ക് വിന്യസിച്ചതായി അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. ഇതൊരു കരയുദ്ധത്തിനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇറാനിലെ ഭരണകൂടത്തെ തകർക്കാൻ കരയുദ്ധം ആവശ്യമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൂചിപ്പിച്ചിരുന്നു. ഇറാനിലെ പ്രധാന നഗരങ്ങളിലേക്ക് സൈന്യത്തെ അയക്കുന്നതിന് പകരം തീരത്തിന് പുറത്തുള്ള ദ്വീപുകളിൽ വിന്യസിക്കുന്നതിലൂടെ ഇറാൻ മണ്ണിൽ അമേരിക്കൻ സൈനികരുടെ ബൂട്ട് പതിയില്ല എന്ന തന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ചതായി ട്രംപിന് അവകാശപ്പെടാം. ഇറാന്റെ കരഭാഗത്തേക്ക് സൈന്യത്തെ അയക്കുന്നതിനേക്കാൾ തന്ത്രപരമായ നേട്ടം ഗൾഫ് മേഖലയിലെ ദ്വീപുകൾ പിടിച്ചെടുക്കുന്നതിലൂടെ ലഭിക്കുമെന്ന് മുൻ നാവികസേന വൈസ് അഡ്മിറൽ ജോൺ മില്ലറും അഭിപ്രായപ്പെട്ടു. എന്നാൽ ഈ നീക്കം അങ്ങേയറ്റം അപകടകരമാണെന്ന് ഒരു US ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തി. ഇറാന്റെ മിസൈലുകൾക്കും ഡ്രോണുകൾക്കും എളുപ്പത്തിൽ ലക്ഷ്യം വെക്കാവുന്ന ദൂരത്തിലാണ് ഈ ദ്വീപുകൾ എന്നതാണ് ഇതിന് കാരണം. എന്നാൽ ഇറാനിലേക്ക് സൈന്യത്തെ അയക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല, ഞാൻ എവിടെയും സൈന്യത്തെ അയക്കുന്നില്ല, ഇനി അയക്കുകയാണെങ്കിൽ തന്നെ അത് നിങ്ങളോട് പറയുന്നില്ല എന്നായിരുന്നു ട്രംപിന്റെ നിഗൂഢമായ മറുപടി. വിയറ്റ്നാം യുദ്ധം പോലുള്ള സാഹചര്യം ഇറാനിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇല്ല, എനിക്ക് ഒന്നിനെയും പേടിയില്ല എന്ന് അദ്ദേഹം ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. പുതിയ യുദ്ധങ്ങളിൽ അമേരിക്കയെ തളച്ചിടില്ലെന്ന വാഗ്ദാനം ലംഘിക്കുന്നത് ട്രംപിന് രാഷ്ട്രീയമായി തിരിച്ചടിയായേക്കാം. ഖാർഗ് ദ്വീപിന് നേരെയുള്ള ആക്രമണം പേർഷ്യൻ ഗൾഫിലെ എണ്ണവാതക സംഭരണശാലകൾ തകർക്കപ്പെടുന്ന ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഇത് എണ്ണവില കുതിച്ചുയരാനും ലോകത്തെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിടാനും കാരണമാകും. ഇറാഖ് യുദ്ധത്തിൽ നിന്ന് പഠിച്ച പാഠം ഭാവിയിൽ സഖ്യകക്ഷിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കരുത് എന്നതാണെന്ന് മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിൻ മുന്നറിയിപ്പ് നൽകുന്നു. ഖാർഗ് ദ്വീപിനെ ലക്ഷ്യം വെക്കുന്നത് ഇതാദ്യമായിട്ടല്ല. മുൻപ് ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് സദാം ഹുസൈന്റെ സൈന്യവും ഇറാന്റെ വരുമാന മാർഗം തടയാൻ ഇവിടെ കനത്ത ആക്രമണം നടത്തിയിരുന്നു. ഈ വർഷം ആദ്യം വെനസ്വേലയുടെ എണ്ണ മേഖലയിൽ അമേരിക്ക നടത്തിയ ഇടപെടലിന് സമാനമായിരിക്കും ഈ നീക്കമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ഇറാന്റെ എണ്ണ ജീവനാടി മുറിക്കുന്നത് ഭരണകൂടത്തെ ചർച്ചകൾക്ക് പ്രേരിപ്പിക്കുമെങ്കിലും അമേരിക്കൻ സൈന്യം അവിടെ നിരന്തരമായ ആക്രമണ ഭീഷണിയിലായിരിക്കും എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി.